നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പക്ഷെ അമ്പിളിയുടെ അമ്മാവനോട് പോകുന്ന കാര്യം പറഞ്ഞപ്പോ രണ്ടാളും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഇഷ്ടം പോലെ ചെയ്തെന്നുള്ള ഭാവം രണ്ടാൾക്കും. കുറച്ചുനാൾ അത് ഉണ്ടാവും രഘു. അവരെന്തായാലും ചീരുവിന്റെയും കുഞ്ഞിന്റെയും കാര്യത്തെ മുഴുകട്ടെ. നീ നിന്റെ ജോലിയിൽ ശ്രദ്ധിക്കുക. പോകെ പോകെ എല്ലാം ശരിയാവും. അഞ്ചാടി എന്തായാലും അമ്മാവനെ വിളിച്ച് ഇവിടുത്തെ അവസ്ഥ പറ. തൽക്കാലം രഘു ഇവിടെ നിൽക്കട്ടെ അമ്മാവൻ പറഞ്ഞ ഞാൻ നിൽക്കാൻ തയ്യാറാ. ഇവിടെ ആവുമ്പോ എനിക്ക് കമ്പനി പോയി വരാനും എളുപ്പ. പിന്നെ എന്റെ കാര്യത്തില് അമ്പിളിക്ക് വേറെ സംശയം തോന്നേണ്ട കാര്യമില്ല. ചൂട്ടാ, നീ എന്തെടുക്കുമായിരുന്നു? കളിക്കുമായിരുന്നോ? ഇന്ദ്രനായിരിക്കുമല്ലേ? ആയിരിക്കും. അവന്റെ സ്കൂട്ടറിന്റെ ശബ്ദം എവിടുന്ന് കേട്ടാലും വിച്ചുവിനെ തിരിച്ചറിയാം. എന്താടാ നിന്റെ രഘു വലിച്ചു വന്നിട്ടുണ്ടോ? ഇന്ദ്ര, രഘു വിച്ചുമോൻ ഇവിടെ ഉള്ള കാര്യം എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടൊരു ചോക്ലേറ്റ് പോലും ഞാൻ വരുമ്പോ വാങ്ങി. അത് കുഴപ്പമില്ല. വിച്ചൂട്ടുള്ള ചോക്ലേറ്റ് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിന്റെ വലിയച്ഛൻ പറഞ്ഞോണ്ട് നന്നാ കേട്ടോ. അവൻ ആര് കൊടുത്താലും ചോക്ലേറ്റ് കിട്ടിയാ മതി. പിന്നെ രഘു നേരത്തെ വന്നോ? ഇല്ലിന്ദ്ര, വന്നിട്ടൊരു ചായ കുടിച്ച് തുടങ്ങിയുള്ളൂ. എന്നാ വാ, അകത്തേക്ക് വാ. നീ ഇവിടെ ഇരിക്കേ. അല്ല രഘു, പഞ്ചരത്നത്തില് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ചീരും കുഞ്ഞും ഒക്കെ അല്ലേ? അവർക്കെന്തായാലും അവിടെ ഒരു പ്രയാസം ഉണ്ടാവാൻ പോകുന്നില്ല. അമ്മാവനും അമ്പിളിയും അനുവും ഒക്കെ ഓടി നടന്ന അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതെന്താ ഇന്ദ്ര ഈ ബാഗ്? നല്ല കനമുണ്ടല്ലോ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ അനുവിൻ്റെയും വിച്ചുവിൻ്റെയും കുറെ ഡ്രസ്സുകളും എടുത്തുകൊണ്ട് വന്നതാ. ഇനിയും കുറെ സാധനങ്ങൾ കൂടെ എടുക്കാനുണ്ട്. ഒരിക്കൽ കൂടി പോയിട്ട് അതുകൂടി എടുക്കണം. അതെന്താ, ഇന്ദ്രേട്ടൻ അവിടുന്ന് താമസം മാറാൻ പോവാണോ? അതെ, ഇനി അവിടെ നിന്ന് ശരിയാവില്ല. അമ്മ മിക്കവാറും ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങും. അത് അമ്മയുടെ വീടല്ലേ, വന്ന് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലത്തേക്ക് ഇവിടെ താമസിക്കാം. അനുകൂടെ വന്നിട്ട് വേറൊരു വാടക വീട് നോക്കാം. അതെന്താ, ഇത് അനുവിന്റെ പേരിലുള്ള വീടല്ലേ? നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാമല്ലോ. അതെ, വേറെ വല്ല വീടും നോക്കേണ്ട കാര്യമുണ്ടോ ഇന്ദ്ര? പിന്നെ സുശീലയ്ക്ക് ആ വീട് മുഴുവനായിട്ടങ്ങ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് നീ ഒന്ന് ആലോചിക്കണം. സത്യേട്ടനെ സോനശേഷിയുടെ തീരുമാനം എന്താ? അവരും അമ്മ വരുമ്പോ വീട് ഒഴിഞ്ഞു പോവോ? അതറിയില്ല. അവർക്കൊക്കെ അമ്മയുടെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റിയേക്കും. എനിക്കായിരിക്കും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇനിയും അമ്മയെ അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ. സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ വേറെ ഒരു കുടുംബമായിട്ട് മാറി നിന്നേ പറ്റുമെന്ന് തോന്നി. അത് മതി ഇന്ദ്ര, നിനക്കും അനുവിനും മോനും ഇവിടെ സുഖമായി ജീവിക്കാം. ഇത്രയും കാലം അമ്മയെ നോക്കിയത് നീയല്ലേ? ഇനി സത്യനും സോനയൊക്കെ നോക്കട്ടെ. നീ കാര്യം അനുവിനെ വിളിച്ച് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഞാൻ വിളിച്ചപ്പോൾ അനു തിരക്കിലായിരുന്നു. അവിടെ സച്ചി സാറും ഭാര്യയും വന്നിട്ടുണ്ട്. അവര് പോയ ശേഷം അനു ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. ശരിയെന്നാ, എന്നാ നീ ഇതൊക്കെ മുറിയിലേക്ക് വെച്ചോ. ഞാൻ ഇറങ്ങാം. കമ്പനിയിലൊന്ന് പോണം. നീ പോയിട്ട് വരില്ലേ? പഞ്ചരത്നത്തിലേക്ക് പോകാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ കൂടാം. ആയിക്കോട്ടെ ഇന്ദ്ര, ഞാൻ വരാം. ശരി എന്നാ. ശരി വനമേ. ബിജുട്ടാ, പാടാ, നമുക്ക് നിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണ്ടേ? മോളെ, നീയേ അകത്തോട്ട് ഇന്ദ്രന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഞാൻ പോയി ആ തുണി എടുത്തോണ്ട് വേഗം വരാം. നോക്കട്ടെ ഏട്ടാ. കൊള്ളാലോ. ഞാനൊരു സ്വർണ്ണമോതിരം കൊടുക്കാന്ന് വിചാരിച്ചേ. ആദ്യം അത്രയും മതിയല്ലോ. നൂലുകെട്ടൻ എന്തായാലും ഇതൊക്കെ കൊടുക്കേണ്ടതല്ലേ? എന്റെ മാമ,
ആദ്യമായിട്ട് കൊടുക്കുമ്പോ ഒരു ചെയിൻ തന്നെ കൊടുക്കണം മാമ. മാമൻ കൊടുക്കാൻ വിചാരിച്ച മോതിരമല്ലേ, അത് നൂലുകെട്ടിന് കൊടുത്തോ. അതല്ലടാ, ഇപ്പൊ നീ ഇത് കൊടുത്താ നൂലുകെട്ടിന് ഇതുപോലെ വേറൊന്ന് കൊടുക്കാനുള്ള കാശ് നിന്റെ കയ്യിലുണ്ടോ?